മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാമദേവനും അതേപോലെ തന്നെ മേഘനാഥനും തോമസ് വൈദ്യരും ശിവപാലനും കൂടിയിട്ട് ഒഴിയാണ് കേട്ടോ. വാമദേവന് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ കരയാണ്. അതേസമയം ഡോക്ടർ പറയുന്നുണ്ട്, മാർക്കോ അല്ലേ, മാർക്കോയുടെ കൈ എനിക്കറിയാം എന്ന് പറയാണ് കേട്ടോ. പിന്നീട് അത് കേൾക്കുമ്പോൾ വാമദേവൻ ചോദിക്കേണ്ടത്, അവൻ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കേടാ, അവൻ ആരെയും ഒന്നും ചെയ്യില്ല, വെറുതെയെങ്കിലും നീയല്ലേ കൊട്ടേഷൻ കൊടുത്ത് അവനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്നത് കണ്ണനും മഹാലക്ഷ്മിയാണ്. അവരുടെ അച്ഛനെ കൊന്ന നിന്നെ വെറുതെ വിടൂ. അതിരിക്കട്ടെ, പിന്നീടും അവൻ മഹാലക്ഷ്മിയെയും അവനെയും നീ ശല്യം ചെയ്തുകൊണ്ടേയാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ അവൻ ഉപദ്രവിക്കുന്നത്. എനിക്കറിയാം അവനെ എന്ന് പറയണം കേട്ടോ. പിന്നീട് മേഘനാഥനോട് പോയിട്ട് പറയുകയാണ്, ഏതായാലും ശരി, നിനക്ക് മെല്ലെ എഴുന്നേൽക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയുക. ഇനിയെങ്കിലും നീ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ മാർക്കോടെ കൈ അറിയുമല്ലോ നിങ്ങൾക്ക്. അല്ല പറഞ്ഞാൽ രണ്ടുപേരുടെയും ജന്മങ്ങൾ ഇങ്ങനെ തന്നെ തീരും, അതാണ് നിങ്ങളുടെ വിധി എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ഉണ്ണിയുടെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ. ഉണ്ണിയുടെ അടുത്ത് കാല് ഇതേപോലെ തൈലമൊക്കെ ഇട്ടിട്ട് ഉണ്ണി വേദന കൊണ്ട് കരയാണ് കേട്ടോ. പിന്നീട് പറയും, നിനക്ക് കുഴപ്പമൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, ഏതായാലും മേഘനാഥൻ്റെ അത്ര കുഴപ്പമില്ല, നിനക്ക് എഴുന്നേറ്റ് നടക്കാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതേസമയം ഉപദേശിക്കുകയാണെന്ന് പറയണ്ട, നീ നിൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെയാണ് നീ ചെയ്തിരിക്കുന്നത്. വേസിയിൽ വിഷവാതകം ചെയ്തിട്ടും അങ്ങനെ നീ അവരെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നേരാവില്ല. കാരണം അവർക്ക് ദൈവസഹായമുണ്ട്, അവരെ ദ്രോഹിക്കാനും നിങ്ങൾ നിൽക്കരുത് എന്ന് പറയണം കേട്ടോ. കരുണ പറയും, ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, നിനക്ക് നിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിൻ്റെ ഭർത്താവും നിൻ്റെ അച്ഛനും വേണ്ടി ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് നിനക്ക്, അവർക്ക് നന്മ മാത്രമേ ഉണ്ടാകുള്ളൂ, നിനക്ക് വെറും കഷ്ടവും. നിനക്കറിയാലോ നിൻ്റെ കുഞ്ഞു പോകാനുള്ള കാരണം എന്താണെന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവരെ ഉപദേശിക്കണം കേട്ടോ. അതൊട്ടും ദഹിക്കണില്ല പ്രതാപന് കേട്ടോ. അതേസമയം ഇനിയും നിങ്ങൾ എങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ആർക്കും ഇതിലേറെ കഷ്ടത്തിലാക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. ഉപദേശം കൊടുത്ത് പോയതും തന്നെ പ്രതാപൻ ചോദിക്കുകയാണ്, അല്ല ഇനി എന്താ നിൻ്റെ പരിപാടി, കണ്ണച്ചേട്ടാ പറഞ്ഞിട്ട് സഹായിച്ചിട്ട് ചോദിച്ചിട്ട് ഇരിക്കാനാണോ, അല്ല ജോലി എടുത്തിട്ട് നീ എൻ്റെ മോളെ നോക്കുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ആകെ ദേഷ്യം വരികയാണ് കേട്ടോ ഉണ്ണിക്ക്. ഒന്ന് പോകാൻ പറ നീ നിൻ്റെ അച്ഛനോട് എന്ന് പറയും കേട്ടോ. അതിനുശേഷം പ്രതാപം പുറത്തേക്ക് പോകുമ്പോൾ കരുണ ചോദിക്കും, അച്ഛൻ പറഞ്ഞതിൽ എന്താ തെറ്റ്, ഇനിയെങ്കിലും ഉണ്ണിയായിട്ട് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോയി നമുക്ക് മുത്തശ്ശിയുടെ വീടുണ്ട്, അവിടെ പോയി താമസിക്കാം, 5 അക്ക ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി താമസിക്കാം, അതിലെന്താ തെറ്റ് എന്നിങ്ങനെ പറയുന്നു. നിൻ്റെ അച്ഛനൊന്ന് ജയിലിൽ പോയാൽ മതിയായിരുന്നു, അതാണ് നല്ലത് എന്ന് പറയണം കേട്ടോ. പിന്നീട് കരുണ ഇങ്ങനെ പറയുമ്പോൾ, നീ ഒന്നും മിണ്ടാതിരിക്കുക, ആദ്യം ഞാൻ എഴുന്നേൽക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യം ചെയ്യാം എന്നിങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ഉണ്ണി ഇങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ജാനമ്മ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്നുറങ്ങുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ചിലപ്പോൾ അവൾക്ക് കൂടുതൽ പാല് കുടിച്ചിരിക്കും, ഇനിയൊക്കെ കുടിക്കേണ്ടി വരും, കാരണം വണ്ണമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണല്ലോ, നല്ല ഭംഗി ഉണ്ടാവുക എന്നിങ്ങനെ മഹി പറയാണ് ലേഖയുടെ എടുത്തിട്ട്. അതേസമയം ജാനമ്മ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. അത് ശരിയാണ്, കൂടുതൽ പാല് കുടിച്ചെങ്കിൽ നല്ല കൃഷ്ണനെ പോലെ വേഷമൊക്കെ കെട്ടുന്നത് നമ്മുടെ പെൺകുട്ടികളല്ലേ, അതുകൊണ്ട് നല്ല ഭംഗി ഉണ്ടാകണം കുട്ടികൾ തടി വയ്ക്കണമെങ്കിൽ. ശരി, നിങ്ങൾ രണ്ടുപേരും പോയി ഭക്ഷണം കഴിക്കാൻ, ഞാൻ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. പിന്നീട് ജാനമ്മ അങ്ങനെ കുഞ്ഞിനെ നോക്കുകയാണ് കേട്ടോ. അയ്യോ, ഈ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ഈശ്വര ഞാനിനി എന്ത് ചെയ്യും, ഞാൻ ഈ മഹാഭാവം ചെയ്തല്ലോ, ഇവരല്ലേ പറഞ്ഞത് രാത്രിയിലേ ആവുള്ളൂ എന്ന്, എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ തൊട്ടിൽ നിന്ന് എടുത്തിട്ട് അവിടെ തന്നെ തൊട്ടിൽ വീണ്ടും പിന്നെ താഴെ കിടത്തുകയാണ് കേട്ടോ. അതിനുശേഷം സോതി വരികയാണ്. സോതി വന്നിട്ട് സീമന്തിനെ ഇങ്ങനെ റെഡി ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അമ്മ എവിടേക്കാണ് പോകാൻ നിൽക്കുന്നത് ചോദിക്കുമ്പോൾ, ഞാൻ കണ്ണനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, ദുർഗയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറയും. അമ്മ എനിക്ക് ഈ ജോലിയിലൊന്നും ശമ്പളമൊന്നും പോരാ എന്ന് പറയുമ്പോൾ സൗദി പറയുന്നുണ്ട്, നല്ല കല്യാണാലോചനയൊക്കെ വരുന്നുണ്ട്, കണ്ണനാണല്ലോ നിനക്ക് നടത്തിത്തരാം എന്ന് പറഞ്ഞിരിക്കുന്നത്, ഏതായാലും ഞാനൊന്ന് പോയി കാല് പിടിക്കട്ടെ എന്ന് പറയുമ്പോൾ സൗദി പറയുന്നുണ്ട്, ഒരിക്കലും നടത്തില്ല അമ്മേ, കാരണം അവരുടെ അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹം അച്ഛനോടാണ് കണ്ണേട്ടന്. അച്ഛനെ കൊന്ന ആളുടെ മോൾക്ക് എന്തെങ്കിലും ചെയ്യില്ലല്ലോ, അമ്മ പോവണ്ട എന്ന് പറയണില്ല മോളെ, എങ്ങനെയെങ്കിലും കാലോ കയ്യോ പിടിച്ചിട്ട്, അവരെന്തായാലും അച്ഛനാണല്ലോ ചെയ്തിരിക്കുന്നത്, നമ്മളൊന്നും നിരപരാധിയല്ലേ, ഒന്ന് കയ്യോ കാലോ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലും നിൻ്റെ ഒന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ വല്ല തുണിക്കടയിലോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് അമ്മയുടെ ഭാഗ്യകാലം അമ്മ കഴിക്കായിരുന്നു. എന്തായാലും മോളൊന്ന് പ്രാർത്ഥിച്ചോ, കണ്ണൻ്റെ മനസ്സ് മാറണേ എന്ന് കരുതണേ, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുകയാണ് കേട്ടോ. അതിനുശേഷം ദുർഗ
അടുക്കളയിൽ പാത്രം കഴുകിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും സീമന്തിനി വരിക കേട്ടോ. സീമന്തിനിയെ കണ്ടതും ദുർഗയ്ക്ക് അങ്ങനെ കലി കയറുകയാണ് കേട്ടോ. ആരാടി നിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, ഇറങ്ങി പോടി എന്ന് പറയുകയാണ് കേട്ടോ. ദുർഗയെ, എനിക്ക് ഒരു വഴിയില്ല, ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത കൊണ്ടാണ് ഞാൻ വന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നീ ജീവിക്കാൻ വഴിയില്ലാതെ, നിൻ്റെ ജീവിക്കാൻ വഴിയില്ല പറഞ്ഞ് നിൻ്റെ ഒരു മകനുണ്ടല്ലോ, അവനെ കൊണ്ടുപോയി റോട്ടിൽ വിരിച്ചിട്ട് വിരിച്ച് കിടന്നിട്ട് പിച്ചെടുത്ത് ജീവിക്ക്. ഇല്ലെങ്കിൽ നിനക്കൊരു മോളുണ്ടല്ലോ, അവളെ വല്ല ജോലിക്ക് മുട്ടാക്കി. നിന്നെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ആ സ്നേഹമാണ് നിങ്ങൾ മുതലെടുത്തത്, തെറ്റുകാരി ഞാൻ മാത്രമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ദുർഗയെ അടിക്കുകയാണ് കേട്ടോ. പോവാൻ വേണ്ടിയിട്ട് സീമന്തനെ അടിച്ച് പുറത്തേക്കാണ് കേട്ടോ. നിങ്ങളതിനെ കണ്ടുപോകരുത്, കാരണം നിങ്ങളെ ഞാൻ സ്നേഹിച്ചിരുന്നു. എനിക്ക് ഇപ്പോഴെൻ്റെ കണ്ണനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം. കാരണം എൻ്റെ കുട്ടികളുടെ അച്ഛനെ കൊന്നവരുടെ ഭാര്യയെ എനിക്ക് കണ്ടുകൂടാ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് സീമന്തിനെ പിടിച്ച് തള്ളി പുറത്തേക്ക് വിടുകയാണ് കേട്ടോ. സീമന്തിനി അങ്ങനെ കരഞ്ഞ് വീഴുകയാണ് കേട്ടോ. ഒരു ദാക്ഷിണ്യവും നീ കാണിക്കരുതെന്ന്. അതിന് മുമ്പ് സീമന്തിനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് കണ്ണനെ കാണണമെന്ന്. കണ്ണനെ നിനക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം കണ്ണൻ നിന്ന് എനിക്ക് ഒരു 10 പൈസ പോലും തരില്ല. കാരണം ഉണ്ണിയെ പോലും എനിക്ക് വെറുപ്പാണ്. കാരണം അവൻ്റെ അച്ഛനെ കൊന്ന അവളുടെ മകളെയാണ് അവൻ കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് എൻ്റെ കണ്ണമ്മോൻ മാത്രം മതി. നിൻ്റെ മേഘനും അതേപോലെ തന്നെ ഉണ്ണിക്കും ആർക്കും ഇനി അവനൊരു 10 പൈസ ചിലവിന് തരില്ല, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞിട്ട് ദുർഗയ്ക്ക് സമനില തെറ്റിയിട്ടാണ് കേട്ടോ. ദുർഗ അങ്ങനെ പിടിച്ച് തള്ളി പുറത്ത് കിടക്കണിട്ട് സീമന്തിനി അങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് കണ്ണനെ കാണണം എന്ന് പറയും കേട്ടോ. അതേ സമയത്ത് കണ്ണന് അവിടെ വരികയാണ് കേട്ടോ. കണ്ടതും ദുർഗ പറയും, മോനെ സുഖമായി ജീവിച്ചിരുന്നല്ലേ, ഒന്നും കിട്ടാതെ വീണ്ടും കരഞ്ഞ് കാലി പിടിക്കുക പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമുണ്ടോ ഇങ്ങോട്ടേക്ക് വരാനേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. സീമന്തിനെ അങ്ങനെ കരഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ, ഞാനൊന്നും അല്ലല്ലോ ചെയ്ത്, ഞങ്ങളുടെ ജീവിതം ഭയങ്കര വഴിമുട്ടി നിൽക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ. ഞാനേ ഇനി ഉണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഉണ്ണിക്കിനി നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ സ്വയം ജീവിക്കണം, അവൻ വല്ല ജോലിയും അന്വേഷിച്ചിട്ട് ഞാനിനി ആർക്കും ഒന്നും വെറുതെ കൊടുക്കുന്ന പരിപാടി അങ്ങോട്ട് നിർത്തി. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളികളുടെ കുടുംബത്തിന് ഞാൻ എന്തെങ്കിലും കൊടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞാണ് എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ. പിന്നീട് ജാനമ്മ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ജാനമ്മ പോകാൻ നേരത്ത് മഹി ചോദിക്കേണ്ടത്, എന്താ ജാനമ്മയുടെ മുഖത്ത് ഒരു ഭയങ്കര വിഷമമാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ജാനമ്മയെ ഒന്നുമില്ല, എനിക്ക് ചെറിയ തലവേദനയാണ് എന്നിട്ട് പറയുകയാണ് കേട്ടോ. അതേസമയം മോനും ഭയങ്കര സന്തോഷം, അമ്മ ചെയ്തത് സത്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ കരുണയും പ്രതാപനും ഉല്ലസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. കാരണം ഇപ്പം കുഞ്ഞു മരിക്കും, അതിനുശേഷം അവരുടെ കരച്ചിൽ കാണാം എന്ന് പറഞ്ഞിട്ട് ഉല്ലസിച്ച് ചിരിക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.